Hello, good evening. This is Murli Verma with you from Salons Trading Hub. നിഫ്റ്റിയുടെ നാളത്തെ പ്രഡിക്ഷനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. നിഫ്റ്റി മാത്രമല്ല, നിഫ്റ്റിയുടെ പുട്ടും കോളും എല്ലാത്തിനെ കുറിച്ചും പറയുന്നതാണ്. ഇന്ന് നിഫ്റ്റി 24,613 ഓപ്പൺ ചെയ്തത്. അവിടെ നിന്നും 24,581 വന്നിട്ട് പിന്നീട് നേരെ 24,767 പോവുകയാണ് ചെയ്തത് ഒരു 10 മണിയോടുകൂടി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു റെസിസ്റ്റൻസ് ആയ 24,800 പോകുമെന്ന്. 802 ഒരു റെസിസ്റ്റൻസ്. അങ്ങോട്ട് പോയില്ല. അതിന് പകരം നേരെ തിരിച്ച് താഴേക്ക് തന്നെ വരികയാണ് ചെയ്തത്. അവിടെ ഭയങ്കര ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും സെല്ലിംഗ് പ്രഷറും വന്നതിനാലാവണം അത് 24,535 വന്നത്. അതായത് ഇന്നലത്തെ ഒരു സപ്പോർട്ട് 24,519 ആയിരുന്നു. അപ്പോൾ ആ 19 വന്നില്ല, പക്ഷേ 24,535 വന്നു. അപ്പോൾ ഇന്നത്തെ ഒരു സപ്പോർട്ട് കിടക്കുന്നത് 24,547 ഇതാ ഇവിടം കൊണ്ട്. ആ 500 കറക്റ്റ് 547, അതായത് ഇന്നലെ 3:22 എടുത്ത ഒരു സപ്പോർട്ടാണത്. ആ 547 ബ്രേക്ക് ചെയ്ത് തിരിച്ച് വീണ്ടും മുകളിലേക്ക് തന്നെ കയറുകയാണ് ഉണ്ടായത്. 24,679 വരെ പോയി. പക്ഷേ സസ്റ്റെയിൻ ചെയ്യാതെ വീണ്ടും ഇന്നലത്തെ ഒരു സപ്പോർട്ടായ 24,581, അതായത് ഇന്ന് രാവിലെ 24,581 ബ്രേക്ക് ചെയ്താണ്. ആ രാവിലത്തെ സപ്പോർട്ട് തന്നെ വീണ്ടും ഒന്നുകൂടെ ബ്രേക്ക് ചെയ്തു. 24,577 വരെ വന്നിട്ട് വൈകുന്നേരം 3:30 24,666 ക്ലോസ് ചെയ്തത്. അപ്പോൾ നിഫ്റ്റിക്ക് ലോങ് ടൈം പറയുകയാണെങ്കിൽ 25,000 26,000 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ലോങ് ടൈമിലേക്കൊക്കെ മേടിച്ചിരിക്കുന്നവർക്ക് ഇപ്പോൾ ഒന്നും പാനിക് ആവേണ്ട യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ ഇത് ഒരു കൺസോൾട്ടേഷൻ മോഡിൽ അങ്ങനെ പോകുന്നേ ഉള്ളൂ. സെല്ലിംഗ് പ്രഷർ വരാം, അതുപോലെ പ്രോഫിറ്റ് ബുക്കിംഗ് വരാം. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ താഴത്തേക്കൊക്കെ വന്നിരിക്കുന്നത്. ഇതൊന്നും മാർക്കറ്റ് ലോങ് ടൈമിലേക്ക് വാങ്ങിച്ചവരെ ബാധിക്കുന്നില്ല. അപ്പോൾ അവർക്ക് ഇപ്പോഴും 25,000 26,000 ആ ഒരു ലെവല് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് 24,666 എന്ന് പറയുമ്പോൾ നാളെ അത് മുകളിലേക്ക് പോകാനാണ് ചാൻസ് കാണുന്നത്. കാരണം 24,581 ഇന്നലത്തെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് 24,653 മുകളിലേക്ക് പോയാൽ അത് 24,760 ഇമ്മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസ് വരുന്നത്. ആ 24,760 സസ്റ്റെയിൻ ചെയ്താൽ വീണ്ടും അടുത്ത ഒരു റെസിസ്റ്റൻസ് വരുന്നത് 24,800 24,866. ശരിക്കും 24,900 വരെ പോയാലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ നാളെ ക്ലോസിംഗ് ആയതുകൊണ്ട് അത്രയൊക്കെ പോകുമോ എന്ന് കണ്ടറിയണം. കാരണം ക്ലോസിംഗ് ഡേയിൽ പുട്ടും കോളും ഏതെങ്കിലും ഒന്ന് സീറോ ആക്കാൻ വേണ്ടി ഭയങ്കര ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നാളെ അത്രയ്ക്കൊന്നും മുകളിലേക്ക് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. എന്തായാലും ഒരു ഫ്ലക്ച്വേറ്റിംഗ് മാർക്കറ്റ് ആയിരിക്കും നാളെ. ഇതൊക്കെയാണ് നാളത്തെ മാർക്കറ്റിൻ്റെ ഒരു അവലോകനം നിഫ്റ്റിയെക്കുറിച്ച് പറഞ്ഞാൽ. ഇനി നിഫ്റ്റിയുടെ കോള്, അതായത് ഇന്ന് 24,600 അറ്റ് ദ മാർക്കറ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ 24,600 കോള് രാവിലെ 144 ഓപ്പൺ ചെയ്തത്. 144 ഓപ്പൺ ചെയ്ത് ഇമ്മീഡിയറ്റ് തന്നെ 105 പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം 205 വരെയാണ് ഹൈ പോയത്. ആ ഹൈ നിലനിർത്താനും പറ്റിയില്ല. 192 നമ്മുടെ ഒരു റെസിസ്റ്റൻസ് വരുന്നത്. ആ 192 ബ്രേക്ക് ചെയ്ത് നേരെ 137 വരുമെന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ 137 ബ്രേക്ക് ചെയ്ത് വീണ്ടും 68 ഒരു സപ്പോർട്ടുണ്ട്. ആ 68 ബ്രേക്ക് ചെയ്ത് 67 വരെ വന്നു. ആ 68 ബ്രേക്ക് ചെയ്ത് വീണ്ടും തിരിച്ച് 127 വരെ പോയി. അതിനുശേഷം 69 വരെ വീണ്ടും വന്ന് ഈ 67 വീണ്ടും ബ്രേക്ക് ചെയ്തില്ല. നമ്മുടെ സപ്പോർട്ട് 68. അപ്പോൾ ആ 68 വീണ്ടും ബ്രേക്ക് ചെയ്യാൻ വന്നെങ്കിലും 69 തന്നെ അവസാനിപ്പിച്ച് വീണ്ടും തിരിച്ച് 124 ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായത്. നിഫ്റ്റിയുടെ കോളിനെ സംബന്ധിച്ചോളം 24,600 കോളിനെ സംബന്ധിച്ചോളം 68 നല്ലൊരു സപ്പോർട്ടാണ്. ആ 68 താഴെ പോയാലാണ് വീണ്ടും 34 20 15 ലെവലിലേക്കൊക്കെ പോവുകയുള്ളൂ. 68 മുകളിൽ നിന്നാൽ, അതായത് നാളെ 68 മുകളിൽ 96 കഴിഞ്ഞ് 123, ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 124. അപ്പോൾ ഈ 123 മുകളിൽ നാളെ ഓപ്പൺ ചെയ്താൽ തീർച്ചയായിട്ടും 137 165 192 എന്നീ ലെവലിലേക്ക് പോകാനാണ് സാധ്യത കാണുന്നത്. അത് നിഫ്റ്റിയുടെ പോക്കനുസരിച്ചിരിക്കും. അതേസമയം 123 താഴെ ഓപ്പൺ ചെയ്താൽ അത് 96 68 കഴിഞ്ഞാൽ പിന്നെ പാനിക്കാണ്. 55 27 ലെവലിലേക്ക് പോകാനും ചാൻസ് കാണുന്നുണ്ട്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ പുട്ടിനെ കുറിച്ച് നോക്കിയാൽ,
പുട്ട് ഇന്ന് 152 ഓപ്പൺ ചെയ്തിട്ട് മുകളിലേക്ക് ഒട്ടും തന്നെ പോയില്ല. 152 നിന്ന് നേരെ 46 കൂപ്പ് കുത്തുകയാണ് ചെയ്തത്. ഈ 46 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ ഒരു സപ്പോർട്ടായിരുന്നു. ആ 46 ബ്രേക്ക് ചെയ്ത് തിരിച്ച് 166 പോയത്. 166 സസ്റ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ 192, 225 ലെവലിലേക്ക് പോയേനെ. 165 ഒരു ബ്രേക്കിംഗ് പോയിന്റാണ്. ആ 165 ബ്രേക്ക് ചെയ്തതിനാലാകണം വീണ്ടും തിരിച്ച് 61 വന്നത്. 46 വരാൻ നോക്കിയത്, പക്ഷേ 61 ക്ലോസ് ചെയ്തു. അപ്പോഴത്തേക്കും സമയം 3:30 അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ 64 ഒരു നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ദാ ഈ ഭാഗത്ത്. അപ്പോൾ 64 മുകളിൽ നാളെ ഓപ്പൺ ചെയ്താൽ അത് 72, 80, 120, 150 ആ ലെവലിലേക്കൊക്കെ പോയേക്കാം. അതേസമയം 64 താഴെയാണ്, ഇന്ന് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളെ 64 താഴെ ഓപ്പൺ ചെയ്താൽ അത് 56, 40, 32, 16 ചിലപ്പോൾ 0 ആയി പോകാനും സാധ്യതയുണ്ട്. അതെല്ലാം നിഫ്റ്റിയെ ബേസ് ചെയ്തിരിക്കും. നിഫ്റ്റിയുടെ കയറ്റിറക്കങ്ങളെയാണ് ഇതെല്ലാം ബാധിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി നാളെ മുകളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പുട്ടെല്ലാം 0 ആവാനാണ് സാധ്യത കാണുന്നത്. കാരണം നാളെ 15 15/8/25 എക്സ്പയറി ഡേറ്റ് ആണ്. അപ്പോൾ എല്ലാവരും നാളത്തെ മാർക്കറ്റിൽ ഒരു വൊളാറ്റിലിറ്റി ഉണ്ടാകും എന്ന് കണക്കൂട്ടി തന്നെ ട്രേഡ് ചെയ്യുക. ഇതാണ് എനിക്ക് നാളത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുവാനുള്ള പ്രഡിക്ഷൻസ്. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ്.